ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ അതേസമയം നല്ല കിഡിലും ടേസ്റ്റിൽ ഒരു അച്ചാർ ഉണ്ടാക്കാം. നെല്ലിക്ക കൊണ്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. മുഴുവനെയുള്ള കുരുമുളക് തന്നെ ചേർക്കണം. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ടേസ്റ്റ് നമുക്ക് കിട്ടുക. 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്. അത് 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചേർക്കുമ്പോൾ ഇതുപോലെ പെരിഞ്ജീരകം ഒന്നും ചേർക്കാറില്ലല്ലോ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, വ്യത്യസ്തമായ രീതിയിലാണെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ചേർക്കുന്നത് ഉലുവയാണ്. ഉലുവ ചേർക്കുന്നത് 1 ടീസ്പൂണാണ്. ഇനി മല്ലി, അതും മുഴുവനെയുള്ള മല്ലി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തു. ഇനി കടുക് നമ്മൾ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഈ കടുകും ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള ഈ മസാലകളൊക്കെ കൂടെ പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുമാണ്, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ നമ്മുടെ അച്ചാറിന് കിട്ടുന്നത്. ഇനി നമ്മളടുത്ത് ചേർക്കുന്നത് അയമോദകമാണ്. 1/2 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം. അയമോദകം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ അച്ചാറിനെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവമാണ് അയമോദകം. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തതിന് ശേഷം തണുത്തിട്ട് നമ്മളിത് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് ഇനി ഒരു കടായി വയ്ക്കാം. കടായിലേക്ക് നമുക്ക് 1 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് 1 കിലോ നെല്ലിക്കയാണ്. നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമ്മുടെ നെല്ലിക്ക ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മളൊരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ മുറിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ നെല്ലിക്ക ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നെല്ലിക്ക കോരിയെടുത്തു. ഇനി നമുക്ക് ആ ഓയിലിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 കുടം വെളുത്തുള്ളി പൊളിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 6 പച്ചമുളക് വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അതങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ, ഇഞ്ചി, ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. എങ്കിലേ നമ്മുടെ അച്ചാർ കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. ഇനി പൊടിയായി അരിഞ്ഞ് 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് നല്ലതുപോലെ ഉണ്ടാവണം കേട്ടോ നമ്മുടെ അച്ചാറിന്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറിൽ നമ്മൾ ആക്കിയെടുക്കണം. ഇത് എത്ര വർഷം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കുന്ന അച്ചാറാണ് കേട്ടോ. ഇതൊക്കെ കൂടെ ഫ്രൈ ആയതിന് ശേഷം നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയല്ല, നമ്മുടെ സാധാ മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, മുളക് പൊടി. കാരണം നമ്മുടെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറിന് ആ കളറല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാതിരിക്കുന്നത്. ഇനി നമ്മൾ പൊടിച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കാനുള്ളത്.
ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പം എന്താണെന്നറിയാമോ സ്മെല്ല്? ഈ അയമോദകം ഇതൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല സൂപ്പർ സ്മെല്ല്. അതുപോലെ പെരിഞ്ജീരകം, അടിപൊളി സ്മെല്ലാണ് നമ്മുടെ കിച്ചണിൽ ഇപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള നെല്ലിക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നമ്മുടെ നെല്ലിക്ക നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇത് പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നെല്ലിക്ക വഴുന്നൊരു സമയത്ത് അല്പം ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇതിലേക്കിത് മിക്സാവും. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ ഒരു 2-3 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മളിത് അച്ചാറൊക്കെ റെഡി ആയതിന് ശേഷം നമ്മളൊന്ന് ഉപ്പ് നോക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് പോരാത്ത ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. കണ്ടോ, നെല്ലിക്കയിലിട്ട് നല്ലതുപോലെ തന്നെ നമ്മുടെ മസാലകൾ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മാറ്റുകയാണ്. കാരണം ഇത് കാസ്റ്റ് അയേണ്ട ഒരു പാനാണല്ലോ. ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇതുകൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ എത്ര വർഷം വേണമെങ്കിലും ഇത് കേടുകൂടാതിരുന്നോളും. ഇനി നമുക്ക് ഇതിൽ ഒരല്പം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഇത് ലാസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് മാക്സിമം വെള്ളം ഒഴിക്കാതെ നോക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളുമാണ് വീഡിയോ മുമ്പോട്ട് ചെയ്യാനുള്ള പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.